ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെൽഡിംഗ് എന്ന് പറയുന്ന 9th മോഡ്യൂളിലെ കുറച്ച് ടോപ്പിക്കാണ്. ഫസ്റ്റ് ആണെന്ന് പറയുന്നത് സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ്. ഒരു ഗ്യാസ് വെൽഡിംഗ് പ്ലാന്റിലെ സേഫ്റ്റി പ്രിക്കോഷൻ. ടു ബി ആക്സിഡന്റ് ഫ്രീ, വൺ മസ്റ്റ് know the safety rules first and then practice them as well. As we know, can accident starts when safety ends. അപ്പോൾ ഇത് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ അവർ ചോദിക്കാം. ഇതുപോലുള്ള ചെറിയ പോയിന്റിൽ നിന്ന് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ആക്സിഡന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സേഫ്റ്റി എൻഡ് ചെയ്യുന്ന സമയത്താണ്. ഓക്കെ, ഇപ്പോൾ ഒരാൾ ടു ബി ആക്സിഡന്റ് ഫ്രീ ആണോന്നുണ്ടെങ്കിൽ സേഫ്റ്റി റൂൾസ് അയാൾ അറിഞ്ഞാൽ മാത്രം പോരാ, അത് പ്രാക്ടീസ് ചെയ്യുകയാണ് വേണം. പിന്നെ ഇഗ്നോറൻസ് ഓഫ് റൂൾസ് ഈസ് നോ എക്സ്ക്യൂസ്. ഓക്കെ, ഇൻ ഗ്യാസ് വെൽഡിംഗ്, വെൽഡർ മസ്റ്റ് ഫോളോ ദ സേഫ്റ്റി പ്രിക്കോഷൻസ് ഇൻ ഹാൻഡ്ലിംഗ് ഗ്യാസ് വെൽഡിംഗ് പ്ലാന്റ്സ് ആൻഡ് ഫ്ലെയിം സെറ്റിംഗ് ടു കീപ് ഹിംസെൽഫ് ആൻഡ് അതർ സേഫ്. ഇപ്പോൾ ഒരു വെൽഡർ സേഫ്റ്റി പ്രിക്കോഷൻസ് ഫോളോ ചെയ്യുകയും വേണം. അതുപോലെ ആ ഗ്യാസ് വെൽഡിംഗ് പ്ലാനിലെ കാര്യങ്ങളും ഫ്ലെയിം സെറ്റിങ്ങിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കുന്ന വെൽഡറിന് ഹിംസെൽഫ് അയാൾക്ക് സേഫ് ആവാനും അതേഴ്സിനെ സേഫ് ആക്കാനും പറ്റത്തുള്ളൂ. സേഫ്റ്റി പ്രിക്കോഷൻസ് ആർ ഓൾവേസ് ബേസ്ഡ് ഓൺ എ ഗുഡ് കോമൺ സെൻസ്. ഫോളോയിങ് പ്രിക്കോഷൻസ് ആർ ടു ബി ഒബ്സർവ്ഡ് ടു കീപ്പ് എ ഗ്യാസ് വെൽഡർ ആക്സിഡന്റ് ഫ്രീ. ഓക്കെ, ഇപ്പോൾ ആദ്യം പറയുന്നത് ജനറൽ സേഫ്റ്റിയാണ്. ജനറൽ സേഫ്റ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു വെൽഡിംഗ് പ്ലാന്റ് എടുക്കാൻ നേരത്ത് അവിടെ ലൂബ്രിക്കൻസ്, ഓയിൽ, ഗ്രീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ പാടില്ല. അത് എക്സ്പ്ലോഷന് കാരണമാകും. പിന്നെ ഫ്ലെയിമബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഇപ്പം കെറോസിൻ, പെട്രോൾ, ഡീസൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെൽഡിംഗ് ഏരിയയിൽ കൊണ്ട് വെക്കരുത്. പിന്നെ ഓൾവേസ് വെയർ ഗൂഗിൾസ് നമ്മൾ ധരിക്കണം വിത്ത് ഫിൽറ്റർ ലെൻസ് ഡ്യൂറിങ് ഗ്യാസ് വെൽഡിംഗ്. ഫിൽറ്റർ ലെൻസ് ഉള്ള ഗൂഗിൾസ് ഗ്യാസ് വെൽഡിംഗ് സമയത്ത് നമ്മൾ ധരിച്ചിരിക്കണം. പിന്നെ ഓൾവേസ് വെയർ ഫയർ റെസിസ്റ്റന്റ് ക്ലോത്ത്. ഒരു ഫയർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ക്ലോത്ത് നമ്മൾ ധരിക്കാവുള്ളൂ. ആസ്പെറ്റോസ് ഗ്ലൗസ് ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കണം. വെൽഡിംഗ് പ്ലാന്റിൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ആസ്പെറ്റോസ് ഗ്ലൗസ് ആണ്. ലെതർ ഗ്ലൗസ് ഉണ്ട് ഓപ്ഷനിൽ, ആസ്പെറ്റോസ് ഗ്ലൗസ് ആണ് കഴിഞ്ഞ തവണ ആൻസർ കീ ആയിട്ട് വന്നത്. ആസ്പെറ്റോസ് ഗ്ലൗസ് ആൻഡ് ഏപ്രോൺ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ധരിച്ചിരിക്കണം. ഫയർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ക്ലോത്ത് ആയിരിക്കണം, ആസ്പെറ്റോസ് ഗ്ലൗസ് യൂസ് ചെയ്യണം, ഏപ്രോണും യൂസ് ചെയ്യണം. പിന്നെ ഈ ബ്രാക്കറ്റിലൊക്കെ ഇങ്ങനെ കോളത്തിലൊക്കെ കൊടുത്തിരിക്കുന്നത്, സ്കോറിൽ കൊടുത്തിരിക്കുന്നതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ കയറി വരും. നെവർ വിയർ നൈലോൺ, ഗ്രീസി ആൻഡ് ടോൺ ക്ലോത്ത്സ് വൈൽ വെൽഡിംഗ്. വെൽഡ് ചെയ്യുന്ന സമയത്ത് നൈലോണോ ഗ്രീസി ആയിട്ടുള്ള ടോൺ ക്ലോത്ത്സോ നമ്മൾ വിയർ ചെയ്യാൻ പാടില്ല. ഓക്കെ, whenever a leakage is noticed, rectify it immediately to avoid fire hazard. ഇപ്പോൾ ചെറിയൊരു ലീക്ക് ഉണ്ടായാലും നമ്മളത് നോട്ടീസ് ചെയ്ത് റെക്ടിഫൈ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അവിടെ ഫയർ ഹസാർഡ് ഉണ്ടാവും, തീപിടുത്തം ഉണ്ടാവും. ഈവൻ എ സ്മോൾ ലീക്കേജ് ക്യാൻ കോസ് സീരിയസ് ആക്സിഡന്റ്. ചെറിയൊരു ലീക്കേജ് ആണെങ്കിൽ തന്നെ അതൊരു വലിയ ആക്സിഡന്റിന് കാരണമാവും. വീട്ടിലെ ഗ്യാസ് സിലിണ്ടറിൽ ചെറിയൊരു ലീക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് വലിയൊരു ആക്സിഡന്റിന് കാരണമാകുന്ന പോലെ തന്നെ. ഓക്കെ, ഓൾവേസ് കീപ് ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ് ഹാൻഡി ആൻഡ് ഇൻ വർക്കിംഗ് ഓർഡർ ടു പുട്ട് ഔട്ട് ഫയർസ്. അപ്പം ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ് ഉണ്ടായാൽ മാത്രം പോരാ, അത് വർക്കിംഗ് കണ്ടീഷനിൽ കൂടെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ പുട്ട് ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കീപ് ദ വർക്ക് ഏരിയ ഫ്രീ ഫ്രം എനി ഫോം ഓഫ് ഫയർ. ഇപ്പോൾ ഒരു വെൽഡിംഗ് ഏരിയയിൽ ഒരു ഫോമിലുള്ള ഫയറും ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, വർക്ക് ഏരിയ ഫ്രീ ഫ്രം എനി ഫോം ഓഫ് ഫയർ. ഫയർ എക്സ്റ്റിംഗ്വിഷറൊക്കെ നമുക്ക് കറക്റ്റ് ആ പ്ലേസിൽ തന്നെ ഉണ്ടാവണം. പിന്നെ ഇതെന്ന് പറയുന്നത്, ഈ ബക്കറ്റ് നമുക്ക് സാൻഡ് ഒഴിക്കാനും അല്ലെങ്കിൽ വെള്ളം ഒഴിക്കാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സേഫ്റ്റി പ്രിക്കോഷൻസ് ബിഫോർ ഗ്യാസ് വെൽഡിംഗ്. ഇപ്പോൾ ഒരു സേഫ്റ്റി പ്രിക്കോഷൻ ഗ്യാസ് വെൽഡിംഗ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കരുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ സേഫ്റ്റി ഫോർ സിലിണ്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സിലിണ്ടേഴ്സിൻ്റെ കേസിൽ ഡു നോട്ട് റോൾ ഗ്യാസ് സിലിണ്ടേഴ്സ്. ഗ്യാസ് സിലിണ്ടേഴ്സ് ഒരിക്കലും നമ്മളിങ്ങനെ റോൾ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ കിടത്തി റോൾ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അതൊരു റോളറായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. എപ്പോഴും ഗ്യാസ് സിലിണ്ടേഴ്സിനെ ഒരു ട്രോളിയിൽ വേണം കീപ്പ് ചെയ്യാൻ. യൂസ് എ ട്രോളി ടു ക്യാരി സിലിണ്ടേഴ്സ്. പിന്നെ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗ്യാസ് സിലിണ്ടർ നമ്മൾ വെൽഡിങ് കഴിഞ്ഞ്, അപ്പം ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിലിണ്ടർ വാൽവ് ക്ലോസ് ചെയ്തിരിക്കണം. എം ഡി ആണെങ്കിലും അത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കണം. എം ഡി സിലിണ്ടർ ആണെന്ന് കരുതി അത് ഓപ്പൺ ചെയ്ത് വെക്കരുത് വാൽവ്. ഓക്കെ, കീപ് ഫുൾ ആൻഡ് എം ഡി സിലിണ്ടർ സെപ്പറേറ്റ്ലി. ഫുള്ളും എം ഡി സിലിണ്ടേഴ്സും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. ഓൾവേസ് ഓപ്പൺ ദ സിലിണ്ടർ വാൽവ് സ്ലോലി, നോട്ട് മോർ ദാൻ 1.5 ടേൺ. അപ്പോൾ നമ്മൾ ഈ സിലിണ്ടർ വാൽവ് പയ്യെ ഓപ്പൺ ചെയ്യാവുള്ളൂ. ഇത് വേണം ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയാണ്. നോട്ട് മോർ ദാൻ 1.5 ടേൺ. ഒരു ടേൺ തിരിച്ച്, പിന്നെ ഒരു ഹാഫ് ടേൺ, 1.5 ടേൺ. ഓക്കെ, ഇത്രേ തിരിക്കാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ തിരിക്കരുത്. യൂസ് ദ കറക്റ്റ് സിലിണ്ടർ കീസ് ടു ഓപ്പൺ ദ സിലിണ്ടർ. കറക്റ്റ് സിലിണ്ടർ കീ ഉപയോഗിച്ച് സിലിണ്ടേഴ്സ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഇതിൽ ഇത്രയും പോയിന്റ് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഏതാണ് സേഫ്റ്റി ഫോർ സിലിണ്ടേഴ്സ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ഡു നോട്ട് റിമൂവ് ദ സിലിണ്ടേഴ്സ് കീസ് ഫ്രം ദ സിലിണ്ടേഴ്സ് വൈൽ വെൽഡിംഗ്. വെൽഡ് ചെയ്യുന്ന സമയത്ത് സിലിണ്ടറിൽ നിന്ന് ഈ സിലിണ്ടർ കീസ് ഒരിക്കലും നമ്മൾ റിമൂവ് ചെയ്യരുത്. ഇറ്റ് വിൽ ഹെൽപ്പ് ടു ക്ലോസ് ദ സിലിണ്ടേഴ്സ് ക്വിക്ലി
ഇൻ ദ കേസ് ഓഫ് ബാക്ക് ഫയർ ഓർ ഫ്ലാഷ് ബാക്ക്. ബാക്ക് ഫയറോ ഫ്ലാഷ് ബാക്കോ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ആ സിലിണ്ടർ വാൽവ് ക്ലോസ് ചെയ്യാനായിട്ട് അത് സഹായിക്കും. സിലിണ്ടർ കീസ് എപ്പോഴും സിലിണ്ടർ സോക്കറ്റിൽ തന്നെ ഇട്ടിരിക്കണം. ഓക്കെ. ഓൾവേസ് യൂസ് ദ സിലിണ്ടേഴ്സ് ഇൻ അപ്രൈറ്റ് പൊസിഷൻ. സിലിണ്ടർ എപ്പോഴും നമ്മൾ ഇങ്ങനെ കുത്തി നിർത്താനേ പാടുള്ളൂ. റോൾ ചെയ്ത് കൊണ്ടുപോകാനോ അങ്ങനെയൊന്നും പാടില്ല. അപ്പോൾ ആ ട്രോളിൽ തന്നെ നോക്കിയാൽ കാണാം അതിനെ കുത്തിയായിരിക്കും നിർത്തിയിരിക്കുന്നത്. ഓക്കെ. Always use the cylinders in an upright position for easy handling and safety. Always crack the cylinder valves to clean the valve sockets before attaching regulators. ഇപ്പോൾ നമ്മൾ സിലിണ്ടർ വാൽവ് ഇതിനാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മൾ സ്വിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കത്തില്ലേ, അതുപോലെ തന്നെ ഈ സിലിണ്ടർ കീ വെച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിക്കും. ഓക്കെ. എന്നിട്ട് ഈ വാൽവ് സോക്കറ്റ് അതിനുശേഷമേ ഈ വാൽവ് സോക്കറ്റിലേക്ക് റെഗുലേറ്റർ അറ്റാച്ച് ചെയ്യത്തുള്ളൂ. കാരണം അതിനകത്ത് എന്തെങ്കിലും പൊടിയോ ഡസ്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൾവേസ് ക്രാക്ക് ദി സിലിണ്ടർ. ഇപ്പോൾ സിലിണ്ടർ ക്രാക്ക് ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിക്കും. ടു ക്ലീൻ ദ വാൽവ് സോക്കറ്റ് ബിഫോർ അറ്റാച്ചിങ് റെഗുലേറ്റർ. ബ്ലോ ഔട്ട് ദ സിലിണ്ടർ വാൽവ് സോക്കറ്റ് ബിഫോർ കണക്ടിങ് ദ റെഗുലേറ്റർ. ക്രാക്കിംഗ് ഓപ്പൺ ദ സിലിണ്ടർ വാൽവ്. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് സേഫ്റ്റി ഫോർ റബ്ബർ ഹോസ് പൈപ്പ്. റബ്ബർ ഹോസ് പൈപ്പിൽ നമ്മൾ നോക്കേണ്ട സേഫ്റ്റി എന്തൊക്കെയാണ്? ഇൻസ്പെക്ടർ റബ്ബർ ഹോസ് പൈപ്സ് പീരിയോഡിക്കലി ആൻഡ് റീപ്ലേസ് ദ ഡാമേജ് വൺ. ഇപ്പം നമ്മൾ അസെറ്റിലിൻ സിലിണ്ടർ ഉണ്ട്, ഓക്സിജൻ സിലിണ്ടർ ഉണ്ട്, അതിൽ നിന്നൊക്കെ റബ്ബർ ഹോസ് പൈപ്പ് വരും. ആ റബ്ബർ ഹോസ് പൈപ്പ് നമ്മൾ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് പീരിയോഡിക്കലി ആയിട്ട് ചെക്ക് ചെയ്തിട്ട് അത് റീപ്ലേസ് ചെയ്യണം. പിന്നെ ഡു നോട്ട് യൂസ് ഓൾഡ് ബിറ്റ്സ് ഓഫ് ഹോസ് പൈപ്സ് ഓർ ട്യൂബ്സ്. അതായത് നമ്മൾ ചില ഇലക്ട്രിക്കൽ കണക്ഷൻ കണ്ടിട്ടില്ല, വേറെ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് അതുപോലെ കെട്ടിവെച്ച രീതിയിലുള്ള റബ്ബർ ഹോസ് പൈപ്സ് ഒന്നും ഇതിനു വേണ്ടി യൂസ് ചെയ്യരുത്. ഓക്കെ. ഡു നോട്ട് റീപ്ലേസ് ഹോസ് പൈപ്സ് ഫോർ അസെറ്റിലിൻ വിത്ത് വൺസ് യൂസ്ഡ് ഫോർ ഓക്സിജൻ. ഇപ്പോൾ അസെറ്റിലിന് വേണ്ടി യൂസ് ചെയ്ത ഹോസ് പൈപ്പ് ഓക്സിജന് വേണ്ടി യൂസ് ചെയ്യരുത്. പിന്നെ ഈ പൈപ്പ് മാറിപ്പോകാതിരിക്കാനായിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഈ ഓക്സിജൻ്റെ PYQ ആണ്. ഓക്സിജൻ്റെ പൈപ്പ് എന്ന് പറയുന്നത് ബ്ലാക്ക് ഹോസ് പൈപ്പാണ്. അസെറ്റിലിൻ എന്ന് പറയുന്നത് മെറൂൺ ആണ്. ഓക്കെ. സിലിണ്ടറിൻ്റെ കളറും അത് തന്നെയാണ്. സേഫ്റ്റി ഫോർ റെഗുലേറ്റേഴ്സ്. ഇനി അടുത്തത് റെഗുലേറ്റേഴ്സിൻ്റെ സേഫ്റ്റിയാണ്. പ്രിവെൻറ്റ് ഹാമർ ബ്ലോസ് ടു ദ ഗ്യാസ് സിലിണ്ടേഴ്സ് ആൻഡ് എൻഷുർ ദാറ്റ് വാട്ടർ, ഡസ്റ്റ് ആൻഡ് ഓയിൽ ഡു നോട്ട് സെറ്റിൽ ഓൺ ദ സിലിണ്ടേഴ്സ്. അപ്പോൾ ഈ ഗ്യാസ് സിലിണ്ടറിൽ ഹാമർ ബ്ലോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. പിന്നെ അതിൻ്റെ അകത്ത് വാട്ടർ, ഡസ്റ്റ്, ഓയിൽ ഇതൊന്നും ആ സിലിണ്ടേഴ്സിൽ സെറ്റിൽ ആവാൻ സമ്മതിക്കരുത്. പിന്നെ വൺ റൈറ്റ് ഹാൻഡ് ത്രെഡഡ് കണക്ഷൻ ഫോർ ഓക്സിജൻ ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡഡ് കണക്ഷൻ ഫോർ അസെറ്റിലിൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, PYQ ആണ്. ഓക്സിജൻ്റെ എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് ത്രെഡും അസെറ്റിലിൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡും ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ സേഫ്റ്റി ഫോർ ബ്ലോ പൈപ്പ്. When a blow pipe is not in use, put out the flame and place the blow pipe in a safe place. അപ്പോൾ നമ്മൾ ബ്ലോ പൈപ്പ് നമ്മൾ ഗ്യാസ് വെൽഡിങ് കഴിഞ്ഞു, എന്നിട്ട് അതിൻ്റെ ഫ്ലെയിം പുട്ട് ഔട്ട് ചെയ്യുക, അതൊരു സേഫ് പ്ലേസിലേക്ക് മാറ്റി വെക്കുക. വെൻ ഫ്ലെയിം സ്നാപ്സ് ഔട്ട് ആൻഡ് ബാക്ക് ഫയർസ്. ഇപ്പോൾ ഒരു ഫ്ലെയിം സ്നാപ്പ് ഔട്ട് ചെയ്ത് ബാക്ക് ഫയർ ഉണ്ടാകുന്ന അവിടെ ക്വിക്ലി ഷട്ട് ബോത്ത് ബ്ലോ പൈപ്പ് വാൽവ്. രണ്ട് ബ്ലോ പൈപ്പിൻ്റെ വാൽവും പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യുക. അതിൽ ആദ്യം ക്ലോസ് ചെയ്യേണ്ടത് ഓക്സിജൻ ആണ് ആൻഡ് ഡിപ്പ് ഇൻ വാട്ടർ. ഓക്കെ. ഇവിടെ ബാക്ക് ഫയർ ഉണ്ടായി. ഓക്കെ. ബാക്ക് ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ രണ്ട് ബ്ലോ പൈപ്പ് വാൽവും ക്ലോസ് ചെയ്യണം. അതിൽ ആദ്യം ക്ലോസ് ചെയ്യേണ്ടത് ഓക്സിജൻ ആണ്, എന്നിട്ട് വാട്ടറിൽ ഡിപ്പ് ചെയ്യണം. വൈൽ ഇഗ്നൈറ്റിംഗ് ദ ഫ്ലെയിം പോയിന്റ് ദ ബ്ലോ പൈപ്പ് നോസിൽ ഇൻ എ സേഫ് ഡയറക്ഷൻ. ഇപ്പം നമ്മൾ ടോർച്ച് കത്തിക്കുകയാണ് ഒരു സ്പാർക്ക് ലൈറ്റർ വെച്ച്. അപ്പം നമ്മുടെ ഡയറക്ഷൻ നേരെ പിടിച്ചിട്ട് നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലെയിം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിലോ നമ്മുടെ ദേഹത്തോ പറ്റുന്ന രീതിയിലാവും. അപ്പം ഒരു സേഫ് ഡയറക്ഷനിൽ പിടിച്ചുകൊണ്ടായിരിക്കണം ഈ ഫ്ലെയിം ഇഗ്നൈറ്റ് ചെയ്യുന്നത്. ഓക്കെ. While extinguishing the flame, shut off the acetylene valve first and then oxygen valve to avoid a backfire. അപ്പോൾ നമ്മൾ ഫ്ലെയിം എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുന്നു. ഫ്ലെയിം കിടത്തുന്ന ടൈമിൽ ആദ്യമേ ഷട്ട് ഓഫ് ചെയ്യേണ്ടത് അസെറ്റിലിൻ വാൽവും ദെൻ ഓക്സിജൻ വാൽവ് ടു അവോയ്ഡ് ബാക്ക് ഫയർ. ബാക്ക് ഫയർ ഉണ്ടാവാതിരിക്കാനായിട്ട് ആദ്യം അസെറ്റിലിൻ വാൽവ് ഷട്ട് ഓഫ് ചെയ്യുന്നു, അതിനുശേഷം ഓക്സിജൻ വാൽവ്. നേരത്തെ കേസ് എന്ന് പറയുന്നത് ബാക്ക് ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യമേ ക്ലോസ് ചെയ്യേണ്ടത് ഓക്സിജൻ ആണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വെൽഡിംഗ് ഹാൻഡ് ടൂൾസിനെ കുറിച്ചാണ്. അതിൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഡബിൾ എൻഡഡ് സ്പാനർ. ഇപ്പോൾ ഡബിൾ എൻഡഡ് സ്പാനർ എന്ന് ചോദിക്കുന്നത് അതിൻ്റെ മെറ്റീരിയൽ ഫോർജ്ഡ് ക്രോമിയം വനേഡിയം സ്റ്റീൽ. ഓക്കെ. പിന്നെ അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ലൂസിൻ്റെ ചെയ്യാനും ടൈറ്റൻ ചെയ്യാനുമാണ്. നെറ്റ് ബോൾട്ട് അത് ഹെക്സാഗണൽ ആയിക്കോട്ടെ, സ്ക്വയർ ഹെഡ് ആയിക്കോട്ടെ. പിന്നെ ഈ സൈസ് ഓഫ് ദ സ്പാനർ എന്ന് പറയുന്നത് അതിൽ മാർക്ക് ചെയ്തിരിക്കും. വെൽഡിംഗ് പ്രാക്ടീസിൽ സ്പാനേഴ്സ് യൂസ് ചെയ്യുന്നതാണ് നമുക്കറിയേണ്ടത്. ഈ ഗ്യാസ് സിലിണ്ടറിൽ റെഗുലേറ്റർ ഫിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ ഹോസ് കണക്ടറും പ്രൊട്ടക്ടറും റെഗുലേറ്ററിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ ബ്ലോ പൈപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ ആർക്ക് വെൽഡിംഗ് മെഷീനിൽ അവിടെ കേബിൾ ലെഗ്സ് കാണും.
അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ ഇത് സേഫ്റ്റി ആസ്പെക്റ്റ് പറഞ്ഞിരിക്കുന്നതാണ്. സ്പാനർ ഒരിക്കലും ഒരു ഹാമറായിട്ട് നമ്മൾ യൂസ് ചെയ്യരുത്. ഓക്കെ, യൂസ് ദ കറക്റ്റ് സൈസ് സ്പാനർ ടു അവോയ്ഡ് ഡാമേജ് ടു നെറ്റ് ബോൾട്ട് ഹെഡ്. അതായത് കറക്റ്റ് സൈസിലുള്ള സ്പാനറെ നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സിലിണ്ടർ കീ ആണ്. സിലിണ്ടർ കീ ഈസ് ഷോൺ ഫിഗർ 2. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഓപ്പൺ ഓർ ക്ലോസ് ദ ഗ്യാസ് സിലിണ്ടർ വാൽവ് സോക്കറ്റ് ടു പെർമിറ്റ് ഓർ സ്റ്റോപ്പ് ദ ഗ്യാസ് ഫ്ലോ ഫ്രം ദ സിലിണ്ടർ ടു ഗ്യാസ് റെഗുലേറ്റർ. ഇതാണ് സിലിണ്ടർ കീ എന്ന് പറയുന്നത്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് നമ്മൾ റെഗുലേറ്ററിലേക്ക് ഈ ഫ്ലോ നടക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ സിലിണ്ടർ കീ യൂസ് ചെയ്യുന്നത്. ആ വാൽവ് സോക്കറ്റ് ഓപ്പണും ക്ലോസും ചെയ്യും. പെർമിറ്റ് ഓർ സ്റ്റോപ്പ് ദ ഗ്യാസ് ഫ്ലോ ഫ്രം ദ സിലിണ്ടർ ടു ദ ഗ്യാസ് റെഗുലേറ്റർ. ഗ്യാസ് റെഗുലേറ്ററിലേക്ക് ഈ ഗ്യാസ് ഫ്ലോ റെഗുലേറ്റ് ചെയ്യാനും പെർമിറ്റ് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് സിലിണ്ടർ കീ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓൾവേസ് യൂസ് കറക്റ്റ് സൈസ് കീ ടു അവോയ്ഡ് ഡാമേജ് ടു ദ സ്ക്വയർ റോഡ് യൂസ്ഡ് ടു ഓപ്പറേറ്റ് ദ വാൽവ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ റോഡ് കാണും. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ കറക്റ്റ് സൈസിലുള്ള സിലിണ്ടർ കീയെ യൂസ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ അത് ഡാമേജ് ആയി പോകും. The key must always be left on the valve socket itself so that the gas flow can be stopped immediately in the case of flashback or backfire. അപ്പോൾ ഈ സിലിണ്ടർ കീ എന്ന് പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാക്ക് ഫയറോ ഫ്ലാഷ് ബാക്കോ ഉണ്ടായി കഴിഞ്ഞാൽ അത് നമുക്ക് തപ്പി നടക്കേണ്ട അവസ്ഥ വരരുത്. അതെപ്പോഴും ആ വാൽവ് സോക്കറ്റിൽ തന്നെ ആയിരിക്കണം കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് നോസിൽ ഓർ ടിപ്പ് ക്ലീനർ. ക്ലീനിങ് ദ ടിപ്പ്. നമുക്ക് ഈ നോസിൽ ഡസ്റ്റൊക്കെ അടിഞ്ഞ് അതിൻ്റെ അകത്ത് അതിൻ്റെ ഹോൾ ഡയമീറ്റർ ഉണ്ടല്ലോ നോസിലിൻ്റെ, അത് അടയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഫ്ലെയിം ഒന്നും കിട്ടത്തില്ല. അപ്പം അത്തരം സാഹചര്യത്തിലാണ് നമ്മൾ ആ ടിപ്പ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ ഈ വെൽഡിംഗ് ടോർച്ചിൻ്റെ ടിപ്പ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്താണെന്ന് അറിയണം. അത് കോപ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദേ ക്യാൻ ബി ഡാമേജ്ഡ് ബൈ ദ സ്ലൈറ്റസ്റ്റ് ഓഫ് ഹാൻഡ്ലിംഗ് ലൈക്ക് ഡ്രോപ്പിംഗ്, ടാപ്പിംഗ് ഓർ ചോപ്പിംഗ് വിത്ത് ടിപ്പ് ഓൺ ദ വർക്ക് മേ ഡാമേജ് ദ ടിപ്പ് ബിയോണ്ട് ദ റിപ്പയർ. ഓക്കെ, ഇപ്പം നമ്മൾ ഈ നോസിൽ വെച്ചിട്ട് ജസ്റ്റ് അത് താഴത്തോട്ടിടുന്ന വർക്ക് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ വർക്ക് സർഫസിൽ ടാപ്പ് ചെയ്യുക, അടിക്കുക, ചോപ്പ് ചെയ്യുക ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടിപ്പ് എന്ന് പറയുന്നത് ഡാമേജ് ആയി പോകും ബിയോണ്ട് റിപ്പയർ ചെയ്യുന്നതിന് അപ്പുറത്തേക്ക്. ഓക്കെ, ഇതാണ് ടിപ്പ് ക്ലീനർ എന്ന് പറയുന്നത്. ഈ കാണിച്ചിരിക്കുന്ന ഫിഗറാണ് ടിപ്പ് ക്ലീനർ. ഇതിലെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ സൈസിലുള്ള ഡ്രിൽ ബിറ്റുകളുണ്ട്, പിന്നെ ഒരു സ്മൂത്ത് ഫയലുണ്ട്. ഓക്കെ, ഇപ്പം എന്തൊക്കെയുണ്ട്? മൾട്ടിപ്പിൾ സൈസിലുള്ള ഡ്രിൽ ബിറ്റുകളുണ്ട്, പിന്നെ സ്മൂത്ത് ഫയലുണ്ട്. ഇതാണ് ടിപ്പ് ക്ലീനർ എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒരു ബോക്സിലായിരിക്കും ഇതിങ്ങനെ, ഇതിൻ്റെ ഉള്ളിൽ കേസിങ്ങിൻ്റെ ഉള്ളിലായിരിക്കും ഇത് അടച്ചിരിക്കും. ആവശ്യമുള്ളപ്പോൾ ഓരോന്നെടുത്തിട്ട് നമ്മൾ ടിപ്പ് ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്പെഷ്യൽ ടിപ്പ് ക്ലീനർ ഈ സപ്ലൈഡ് വിത്ത് ടോർച്ച് കണ്ടെയ്നർ. ടോർച്ച് കണ്ടെയ്നറിൻ്റെ കൂടെ ഈ സ്പെഷ്യൽ ടിപ്പ് ക്ലീനർ കൊടുത്തിരിക്കും. ഈച്ച് ടിപ്പ് ദർ ഈസ് എ കൈൻഡ് ഓഫ് ഡ്രിൽ ആൻഡ് എ സ്മൂത്ത് ഫയൽ. ഓരോ ടിപ്പിനും അതിനനുസരിച്ചുള്ള ഒരു ഡ്രില്ലും സ്മൂത്ത് ഫയലും കാണും. ഓക്കെ, ബിഫോർ ക്ലീനിങ് ദ ടിപ്പ് സെലക്ട് ദ കറക്റ്റ് ഡ്രിൽ ആൻഡ് മൂവ് ഇറ്റ് വിത്തൗട്ട് ടേണിംഗ് അപ്പ് ആൻഡ് ഡൗൺ ത്രൂ ദ ഹോൾ ഇൻ ദ ടിപ്പ്. അതായത് ഈ ഡ്രിൽ എന്ന് പറയുന്നത് നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ മാത്രമേ മൂവ് ചെയ്യത്തുള്ളൂ. അത് അതിൻ്റെ അകത്തിട്ട് ടേൺ ചെയ്യത്തില്ല, കാരണം ഇതിൻ്റെ ഹോളിൻ്റെ സൈസ് വലുതാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നോസിലിൻ്റെ. അപ്പോൾ കറക്റ്റ് സൈസിലുള്ള ഡ്രിൽ എടുക്കുക, ആ അടഞ്ഞ ഹോളിൽ ജസ്റ്റ് ഇത് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഒരു സ്മൂത്ത് ഫയൽ ഉണ്ടെന്ന് പറഞ്ഞു. ആ സ്മൂത്ത് ഫയൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിപ്പിൻ്റെ സർഫസ് ഉണ്ടല്ലോ, അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്മൂത്ത് ഫയൽ യൂസ് ചെയ്യുന്നത്. വൈൽ ക്ലീനിങ് ലീവ് ദ ഓക്സിജൻ വാൽവ് പാർട്ട്ലി ഓപ്പൺ ടു ബ്ലോ ഔട്ട് ദ ഡസ്റ്റ്. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഏത് വാൽവാണ് ഓപ്പൺ ചെയ്ത് ഡസ്റ്റിനെയൊക്കെ ബ്ലോ ഔട്ട് ചെയ്യുന്നതിന് വേണമെങ്കിൽ ചോദിക്കാം. അത് ഓക്സിജൻ വാൽവ് പാർട്ട്ലി ഓപ്പൺ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പാർക്ക് ആണ്. സ്പാർക്ക് ലൈറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ടോർച്ചിനെ ഇഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ കാണിച്ചിരിക്കുന്നതാണ് സ്പാർക്ക് ലൈറ്റർ. സ്പാർക്ക് ലൈറ്റർ എന്ന് പറയുന്നത് നമ്മളെ ടോർച്ചിനെ ഇഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ മാച്ചസ് തീപ്പെട്ടിയൊന്നും വെച്ച് ഇത് കത്തിക്കാൻ നിൽക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഹാൻഡ് ബേൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, the use of matches for this purpose is very dangerous because the puff of the flame produced by the ignition of acetylene flowing from the tip is likely to burn your hand. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്പാർക്ക് ലൈറ്ററിൽ നിന്ന് അറിയേണ്ടത്. ജസ്റ്റ് ഇഗ്നേറ്റ് ചെയ്യാനാണ് മാച്ചസ് ഉപയോഗിക്കരുത്. ആ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ് ചിപ്പിംഗ് ഹാമർ എന്ന് പറയുന്നത്. ചിപ്പിംഗ് ഹാമർ എന്ന് പറയുന്നത് സ്ലാഗ്, ഇപ്പം നമ്മൾ വെൽഡ് ചെയ്ത് കഴിയാൻ നേരത്ത് സ്ലാഗ് ഉണ്ടാകും. ഓക്കെ, ആ സ്ലാഗ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചിപ്പിംഗ് ഹാമർ യൂസ് ചെയ്യുന്നത്. ആ ഡെപ്പോസിറ്റഡ് വെൽഡ് ബെഡിൽ സ്ലാഗ് ഉണ്ടാകും, അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇത് മീഡിയം കാർബൺ സ്റ്റീൽ വെച്ചും ഇതിൻ്റെ ഹാൻഡിൽ എന്ന് പറയുന്നത് മൈൽഡ് സ്റ്റീൽ കൊണ്ടുമാണ്. അപ്പോൾ ആ രണ്ട് മെറ്റീരിയൽ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇറ്റ് ഈസ് പ്രൊവൈഡ് വിത്ത് ചിസൽ എഡ്ജ്. ഒരു സൈഡിൽ ചിസൽ എഡ്ജും ഒരു സൈഡിൽ പോയിന്റ് എഡ്ജും ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ പോയിന്റ് ഓൺ ദ അതർ എൻഡ് ഫോർ ചിപ്പിംഗ് ഓഫ് സ്ലാഗ് ഇൻ എനി പൊസിഷൻ.
ഏത് പൊസിഷനിലുള്ള സ്ലാഗും ചിപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സൈഡിൽ ചിസൽ എഡ്ജും മറ്റേ സൈഡ് എന്ന് പറയുന്നത് പോയിന്റ് ആയിരിക്കും. കെയർ ഷുഡ് ബി ടേക്കൺ ടു മെയിൻറ്റെയിൻ ദ ഷാർപ്പ് ചിസൽ എഡ്ജ് ആൻഡ് പോയിന്റ് ഫോർ എഫക്റ്റീവ് ചിപ്പിംഗ് ഓഫ് സ്ലാഗ്. എഫക്റ്റീവ് ചിപ്പിങ്ങിനായിട്ട് ഈ ചിസൽ എഡ്ജും പോയിന്റ് എഡ്ജും എപ്പോഴും നമ്മൾ ഷാർപ്പൻ ചെയ്ത് വെച്ചിരിക്കണം. പിന്നെ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കാർബൺ സ്റ്റീൽ വയർ ബ്രഷ് ആണ്. കാർബൺ സ്റ്റീൽ വയർ ബ്രഷ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഫിഗറാണ്. അതിലെന്ന് പറയുന്നത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനിങ് ദ വർക്ക് സർഫസ് ഫ്രം ഡസ്റ്റ്, ഓക്സൈഡ് ആൻഡ് അതർ ഡട്ട് എക്സെട്ര പ്രയർ ടു വെൽഡിങ്. വെൽഡിങ്ങിന് മുന്നേ ആയിട്ട് നമ്മുടെ വർക്ക് സർഫസിലുള്ള റസ്റ്റ്, ഓക്സൈഡ്, അതുപോലുള്ള ഡസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റീൽ ബ്രഷ് യൂസ് ചെയ്യുന്നത്. പിന്നെ ക്ലീനിങ് ദ ഇന്റർബെഡ് വെൽഡ് ഡെപ്പോസിറ്റ് ആഫ്റ്റർ ചിപ്പിംഗ് ഓഫ് ദ സ്ലാഗ്. നമ്മൾ ചിപ്പിംഗ് ഹാമർ വെച്ചിട്ട് സ്ലാഗ് റിമൂവ് ചെയ്തതിന് ശേഷം ആ ഇന്റർബെഡ് വെൽഡിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റീൽ വയർ ബ്രഷ് യൂസ് ചെയ്യും. പിന്നെ വെൽഡ് വെന്റ് ജനറലായിട്ട് ക്ലീൻ ചെയ്യാനും വെൽഡ് ചെയ്തതിന് ശേഷം അത് ക്ലീൻ ചെയ്യാനും ഈ സ്റ്റീൽ വയർ ബ്രഷ് യൂസ് ചെയ്യും. പിന്നെ ഇത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നോൺ ഫെറസ് ആൻഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡഡ് ജോയിന്റിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഒരു ബഞ്ച് ഓഫ് സ്റ്റീൽ വയേഴ്സ് 3-5 റോസ് ആയിട്ട് ഒരു വുഡൻ പീസ് ആയിരിക്കും വെച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു ഹാൻഡിലും കാണും. ദ വയേഴ്സ് ആർ ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ് ഫോർ ലോങ് ലൈഫ് ആൻഡ് എൻഷുർ ഗുഡ് ക്ലീനിങ് ആക്ഷൻ. അപ്പോൾ ഈ വയേഴ്സ് എന്ന് പറയുന്നത് ഹാർഡൻഡ് ആയിരിക്കും, ടെമ്പേർഡ് ആയിരിക്കും, ഗുഡ് ക്ലീനിങ് ആക്ഷന് വേണ്ടി ലോങ് ലൈഫ് കിട്ടാനായിട്ട്. ഓക്കെ, അടുത്ത ഒരു ഹാൻഡ് ടൂളാണ് ടോങ്സ് എന്ന് പറയുന്നത്. ടോങ്സ് എന്ന് പറയുന്നത് അറിയായിരിക്കും, ഹോട്ട് വർക്കിനെ ഹോൾഡ് ചെയ്യാനും ആ ഹോട്ട് ജോബിനെ പൊസിഷൻ ചെയ്ത് നിർത്താനുമായിട്ടാണ് നമ്മൾ ഈ ടോങ്സ് യൂസ് ചെയ്യുന്നത്. എ പെയർ ഓഫ് ടോങ്സ് യൂസ് ടു ഹോൾഡ് ഹോട്ട് വർക്ക് പീസസ് ആൻഡ് ടു ഹോൾഡ് ദ ജോബ് ഇൻ പൊസിഷൻ. ഓക്കെ, പിന്നെ വെൽഡിംഗ് ഹാൻഡ് സ്ക്രീൻ. വെൽഡിംഗ് ഹാൻഡ് സ്ക്രീൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. വെൽഡിംഗ് ഹാൻഡ് സ്ക്രീൻ ഈസ് യൂസ് ടു ഷീൽഡ് ആൻഡ് പ്രൊട്ടക്ട് ദ ഫേസ് ആൻഡ് ഐസ് ഫ്രം ദ ആർക്ക് റേഡിയേഷൻ. അപ്പോൾ ആർക്ക് റേഡിയേഷനിൽ നിന്ന് ഫേസിനെയും ഐസിനെയും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു ഷീൽഡായിട്ട് യൂസ് ചെയ്യുന്നത് വെൽഡിംഗ് ഹാൻഡ് സ്ക്രീൻ ആണ്. ഇറ്റ് ഈസ് ഫിറ്റഡ് വിത്ത് ഫിൽറ്റർ ലെൻസ്. ഫിൽറ്റർ ലെൻസ് കാണും, അതിന് പുറമേ ആയിട്ട് ഒരു പ്ലെയിൻ ഗ്ലാസും ആ ഫിൽറ്റർ ലെൻസിന്റെ പ്രൊട്ടക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് വെൽഡിംഗ് ഹെൽമെറ്റ് സ്ക്രീൻ ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഹാൻഡ് സ്ക്രീൻ ബട്ട് ഇറ്റ് ക്യാൻ ബി വോൺ ഓൺ ദ ഹെഡ് ഓഫ് ദ വെൽഡർ ടു എനേബിൾ ഹിം ടു യൂസ് ബോത്ത് ഹിസ് ഹാൻഡ്സ്. അപ്പം ഇതും ഹാൻഡ് സ്ക്രീൻ പോലെ തന്നെയാണ്, പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മുടെ തലയിൽ തന്നെ വെയർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് രണ്ട് ഹാൻഡും യൂസ് ചെയ്യാൻ പറ്റും. ഹാൻഡ് സ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കയ്യിൽ ഹാൻഡ് സ്ക്രീൻ പിടിച്ച് മറ്റേ കൈ കൊണ്ടായിരിക്കും നമ്മൾ വെൽഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചിപ്പിംഗ് ഗോഗിൾസ്. ചിപ്പിംഗ് ഗോഗിൾസ് എന്ന് പറയുന്നത് നമ്മുടെ ഐസിനെ സ്ലാഗ് ചിപ്പ് ചെയ്യുന്ന സമയത്ത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് ചിപ്പിംഗ് ഗോഗിൾസ് യൂസ് ചെയ്യുന്നത്. ദേ ആർ ഫിറ്റഡ് വിത്ത് എ പ്ലെയിൻ ഗ്ലാസ് ടു സീ ദ ഏരിയ ടു ബി ക്ലീൻ. പ്ലെയിൻ ഗ്ലാസ് ആയിരിക്കും ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഏരിയ എവിടെയാണ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതെന്ന് കറക്റ്റ് ആയിട്ട് കാണാനായിട്ട്. ഓക്കെ, പിന്നെ ടോങ്സിനെ കുറിച്ച് ഒന്നുകൂടെ പറഞ്ഞിരിക്കുകയാണ്. ഹോട്ട് മെറ്റൽ വെൽഡിംഗ് ജോബ് ക്ലീൻ ചെയ്യാൻ ടോങ്സ് ആർ യൂസ്ഡ് ടു ഹാൻഡിൽ ദ ഹോട്ട് മെറ്റൽ വെൽഡിംഗ് ജോബ് വൈൽ ക്ലീനിങ്. ദേ ആർ ഓൾസോ യൂസ്ഡ് ടു ഹോൾഡ് ദ മെറ്റൽ ഫോർ ഹാമറിങ്ങിനും വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആർക്ക് വെൽഡിങ്ങിന്റെ കേസിലുള്ള ടൂളായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് ഇലക്ട്രോഡ് ഹോൾഡർ കേബിൾ. ഇലക്ട്രോഡ് ഹോൾഡർ കേബിൾ എന്ന് പറയുന്നത് ഇലക്ട്രോഡ് ഹോൾഡർ ഈസ് യൂസ് ടു ഹോൾഡ് ആൻഡ് മാനിപ്പുലേറ്റ് ഇലക്ട്രോഡ്. ആ ഇലക്ട്രോഡ് ഹോൾഡ് ചെയ്യാനും അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇലക്ട്രോഡ് ഹോൾഡർ യൂസ് ചെയ്യുന്നത്. പിന്നെ കേബിൾ ഈസ് ഇൻസുലേറ്റഡ് വിത്ത് എ ഗുഡ് ക്വാളിറ്റി ഫ്ലെക്സിബിൾ റബ്ബർ. ഒരു ഫ്ലെക്സിബിൾ റബ്ബർ വെച്ചിട്ടായിരിക്കും അതിന് ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്നത്. കോപ്പർ വയർ ആയിരിക്കും, കോപ്പർ കോർ വയറാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്, കാരണം ഹൈ കറണ്ട് ക്യാരി ചെയ്യേണ്ടതാണ് വെൽഡിംഗ് മെഷീനിൽ നിന്ന്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എർത്ത് ക്ലാമ്പ് വിത്ത് കേബിളാണ്. ഈ എർത്ത് ക്ലാമ്പ് എന്ന് പറയുന്നത് നമ്മുടെ റിട്ടേൺ ലീഡാണ് ജോബിലേക്കുള്ളതോ അല്ലെങ്കിൽ ആ വെൽഡിംഗ് ടേബിളിലേക്കോ നമ്മൾ ഘടിപ്പിക്കുന്നത്. ആൻഡ് എർത്ത് ക്ലാമ്പ് ഈസ് യൂസ്ഡ് ടു കണക്ട് ദ റിട്ടേൺ ലീഡ് ഫേംലി ടു ദ ജോബ് ഓർ ടു ദ വെൽഡിംഗ് ടേബിൾ. ഓക്കെ, അടുത്ത വെൽഡിംഗ് ടേബിൾ. വെൽഡിംഗ് ടേബിൾ എന്ന് പറയുന്നത് യൂസ് ടു കീപ് ദ ജോബ്സ് ആൻഡ് അസംബിൾ ദ പീസസ് ഡ്യൂറിംഗ് വെൽഡിംഗ്. അപ്പോൾ നമുക്ക് ആ വെൽഡ് ചെയ്യേണ്ടത് ആ ടേബിളിൽ വെച്ച് വേണേൽ വെൽഡ് ചെയ്യാം, പിന്നെ അത് അവിടെ നിന്ന് തന്നെ അസംബിൾ ചെയ്യാം. ഓക്കെ, ടോപ്പ് ഓഫ് ദ ടേബിൾ എന്ന് പറയുന്നത് മെറ്റൽ കൊണ്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഏപ്രോൺ. ഏപ്രോൺ എന്ന് പറയുന്നത് നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന അതേപോലത്തെ ഏപ്രോൺ ആണ്. ആൻഡ് ഏപ്രോൺ ഈസ് യൂസ്ഡ് ടു പ്രൊട്ടക്ട് ദ ബോഡി. ആ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏപ്രോൺ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ഓഫ് ലെതർ ആൻഡ് വേൺ. ഇതൊന്ന് ലെതർ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്, അത് ധരിക്കാൻ വേണം. ഇറ്റ് മസ്റ്റ് ബി വേൺ ഫോർ പ്രൊട്ടക്ഷൻ ഫ്രം ദ റേഡിയേഷൻ ഓഫ് ദ ഹീറ്റ് റേസ് ആൻഡ് ഹോട്ട് സ്പാറ്റേഴ്സ്. അപ്പോൾ ഏപ്രോൺ എന്തിനാണ് ധരിക്കുന്നതെന്ന് വേണമെങ്കിൽ ചോദിക്കാം. റേഡിയേഷൻ ഓഫ് ദ ഹീറ്റ് റേസ് ആൻഡ് ഹോട്ട് സ്പാറ്റേഴ്സ്. അപ്പോൾ വെൽഡ് ചെയ്യാൻ നേരത്ത് ഹോട്ട് സ്പാറ്ററിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഹോട്ട് സ്പാറ്ററിംഗിൽ നിന്നും ഹീറ്റ് റേസിന്റെ റേഡിയേഷനും ഒഴിവാക്കാനായിട്ടാണ് ഈ ഏപ്രോൺ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹാൻഡ് ഗ്ലൗസ് ആണ്. ഹാൻഡ് ഗ്ലൗസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പാറ്റേഴ്സ് ഉണ്ടാകുമെന്ന് പറഞ്ഞു, ഹീറ്റ് ഉണ്ടാവും, ആർക്ക് റേഡിയേഷൻ ഉണ്ടാവും, ഇലക്ട്രിക്കൽ ഷോക്ക് ഉണ്ടാവും. അതിൽ നിന്നൊക്കെ നമ്മുടെ ഹാൻഡിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് ഹാൻഡ് ഗ്ലൗസ് യൂസ് ചെയ്യുന്നത്. ഹാൻഡ് ഗ്ലൗസ് ആർ ഓൾസോ മെയ്ഡ് ഓഫ് ലെതർ. നേരത്തെ പറഞ്ഞായിരുന്നു ലെതറും ഓപ്ഷന് വരും. ഹാൻഡ് ഗ്ലൗസ് വെൽഡിങ്ങിൽ യൂസ് ചെയ്യാൻ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഏതാണ്? ആസ്ബറ്റോസ് ആണ്. ഓക്കെ, അപ്പം അത് മറക്കരുത്, ആസ്ബറ്റോസ്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്
ഗ്യാസ് വെൽഡിംഗ് equipment ആൻഡ് ആക്സസറീസ് എന്നുള്ള ടോപ്പിക്കാണ്. ഇപ്പോൾ ഒരു ഓക്സി അസറ്റിലിൻ വെൽഡിംഗ് അതിനെ മെയിൻലി പറയുന്നത് ഗ്യാസ് വെൽഡിംഗ് എന്നാണ് സാധാരണ. ഓക്കെ, ചീപ്പ് ആൻഡ് ഈസി ടു ഓപ്പറേറ്റ് ആണ്. ഇവിടുത്തെ ഹീറ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് നമുക്ക് ക്ലോസ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈവൻ തിൻ ടൈനി കമ്പോണൻസിലൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും ഗ്യാസ് വെൽഡിംഗ്. ഇൻ ഓക്സി അസറ്റിലിൻ വെൽഡിംഗ് പ്രോസസ് മെറ്റൽ ഈസ് ഹീറ്റഡ് ബൈ ആൻ ഇൻറ്റൻസ് ഫ്ലെയിം. അപ്പോൾ ഈ ടെമ്പറേച്ചർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. 3300 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് മെറ്റൽ ഹീറ്റ് ചെയ്യാൻ പറ്റും. പ്രൊഡ്യൂസ്ഡ് ബൈ ബേണിംഗ് പ്രോപ്പർ ക്വാണ്ടിറ്റി ഓഫ് ഓക്സിജൻ ആൻഡ് അസറ്റിലിൻ അറ്റ് ദ ടിപ്പ് ഓഫ് വെൽഡിംഗ് ടോർച്ച്. അപ്പോൾ നമ്മൾ പ്രോപ്പർ ക്വാണ്ടിറ്റിയിലുള്ള ഓക്സിജനും അസറ്റിലിനും ആ വെൽഡിംഗ് ടോർച്ചിന് ടിപ്പിൽ കൂടെ കൺട്രോൾ ചെയ്തിട്ടാണ് ഈ ടെമ്പറേച്ചർ അച്ചീവ് ചെയ്യുന്നത്. ഫ്ലെയിം ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ വെൽഡ് ലൊക്കേഷൻ ടു മെൽറ്റ് ദ മെറ്റൽ ടു ബി ജോയിൻഡ് ആൻഡ് ആർ ഫ്യൂസ്ഡ് ടുഗദർ ദസ് പ്രൊഡ്യൂസിങ് വെൽഡ്. വെൽഡ് ചെയ്യേണ്ട ലൊക്കേഷനിൽ ഈ ഫ്ലെയിം നമ്മൾ ഡയറക്റ്റ് ചെയ്തിട്ട് ആ മെറ്റലിനെ മെൽറ്റ് ചെയ്യുന്നു. എന്നിട്ട് അത് ജോയിൻ ചെയ്ത് നമുക്ക് റിക്വയർ ആയിട്ടുള്ള വെൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി ഗ്യാസ് വെൽഡിംഗ് equipment കുറിച്ചാണ്. The principal function of oxyacetylene welding equipment is to supply the oxyacetylene gas mixture in correct ratio to the welding tip at the correct rate of flow and velocity. അപ്പോൾ ഓക്സിയാസിറ്റിലിൻ ഗ്യാസ് മിക്സ്ചർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കറക്റ്റ് റേഷ്യോയിലായിരിക്കണം വെൽഡിംഗ് ടിപ്പിൽ എത്തുന്നത്. അതുകൂടാതെ കറക്റ്റ് റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ വെലോസിറ്റിയിലായിരിക്കണം എത്തുന്നത്. ഓക്കെ, പിന്നെ ബേസിക് equipments ആർ യൂസ് ടു ക്യാരി ഔട്ട് ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുന്നത് ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ, അസറ്റിലിൻ ഗ്യാസ് സിലിണ്ടർ, പിന്നെ ഓക്സിജൻ പ്രഷർ റെഗുലേറ്റർ, ഓക്സിജൻ ഗ്യാസ് ഹോസ്. ഓക്കെ, പിന്നെ അസറ്റിലിൻ ഗ്യാസ് ഹോസ്. അതിൻ്റെയൊക്കെ കളറ് നേരത്തെ പറഞ്ഞു തന്നെ. ഓക്സിജൻ്റെ അതിനകത്ത് ബ്ലാക്ക് വരും, അസറ്റിലിൻ അതിനകത്ത് മെറൂൺ വരും. ബ്ലാക്കും ഗ്രീനും കൊടുത്തിട്ടുണ്ട്, ബ്ലാക്ക് ആയിരിക്കും ഓപ്ഷന് വരിക. ഓക്കെ, വെൽഡിംഗ് ടോർച്ച് ഓർ ബ്ലോ പൈപ്പ് വിത്ത് സെറ്റ് ഓഫ് നോസിൽസ് ആൻഡ് ഗ്യാസ് ലൈറ്റർ. വെൽഡിംഗ് ടോർച്ച് അല്ലെങ്കിൽ ബ്ലോ പൈപ്പ് കാണും, അതിനകത്ത് സെറ്റ് ഓഫ് നോസിൽസ് ആൻഡ് ഗ്യാസ് ലൈറ്റർ ആണ്. പിന്നെ ട്രോളീസ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് അസറ്റിലിൻ സിലിണ്ടർ. ഒരു ട്രോളീസ് കാണും ഓക്സിജനും അസറ്റിലിൻ സിലിണ്ടറിനെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി. പിന്നെ സെറ്റ് ഓഫ് കീസ് ആൻഡ് സ്പാനേഴ്സ് കാണും. ഓക്കെ, സിലിണ്ടർ കീയും സ്പാനേഴ്സും കാണും. പിന്നെ ഫില്ലർ റോഡും ഫ്ലെക്സസും കാണും. വെൽഡ് ചെയ്ത് അതിനായിട്ട് ഫില്ലർ റോഡും ഫ്ലെക്സസും യൂസ് ചെയ്യും. പിന്നെ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് ഫോർ വെൽഡർ, നേരത്തെ പറഞ്ഞ ലെതർ എപ്രോൺ, ഗ്ലൗസ്, ഗോഗിൾസ് എക്സെട്ര. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഓക്സിജൻ ഗ്യാസ് സിലിണ്ടേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഓക്സിജൻ ഗ്യാസ് റിക്വയർഡ് ഫോർ ഗ്യാസ് വെൽഡിംഗ് ഇസ് സ്റ്റോർഡ് ഇൻ ബോട്ടിൽ ഷേപ്ഡ് സിലിണ്ടർ. ഒരു ബോട്ടിൽ ഷേപ്പിലുള്ള സിലിണ്ടറിലായിരിക്കും ഈ ഓക്സിജൻ ഗ്യാസ് നിറച്ചിരിക്കുന്നത്. ആ സിലിണ്ടറിൻ്റെ കളർ മിക്കപ്പോഴും ചോദിക്കാറുണ്ട്, ബ്ലാക്ക് കളറാണ്, നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഓക്സിജൻ സിലിണ്ടറിൻ്റെ കപ്പാസിറ്റി 7 മീറ്റർ ക്യൂബ് ആണ് അതിൻ്റെ വോളിയം വരുന്നത്. വിത്ത് പ്രഷർ റേഞ്ച് ചോദിക്കാറുണ്ട് 120 to 150 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഈ കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ നോട്ട് ചെയ്ത് വെച്ചേക്കുക. 120 to 150 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ വാൾവ്സ് ആർ റൈറ്റ് ഹാൻഡഡ് ത്രെഡ്. നേരത്തെ പറഞ്ഞിരുന്നു ഓക്സിജൻ ഗ്യാസ് സിലിണ്ടറിൻ്റെ വാൽവ് എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡഡ് ത്രെഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഡിസോൾഡ് അസറ്റിലിൻ സിലിണ്ടർ. അസറ്റിലിൻ ഗ്യാസ് യൂസ്ഡ് ഇൻ ഗ്യാസ് വെൽഡിംഗ് ഇൻ സ്റ്റോർഡ് ഇൻ സ്റ്റീൽ ബോട്ടിൽസ്. ഇവിടെ എന്ന് പറയുന്ന ഒരു സ്റ്റീൽ സിലിണ്ടറിലായിരിക്കും, ചെറിയ ഒരു ഗ്യാസ് സിലിണ്ടറാണ്. അതാണ് അസറ്റിലിൻ സിലിണ്ടർ. മെറൂൺ കളറായിരിക്കും, മെറൂൺ ഇൻ കളർ വെച്ച് ഈ സിലിണ്ടറിന് തിരിച്ചറിയാൻ പറ്റണം. ഓക്കെ, പിന്നെ നോർമൽ സ്റ്റോറിംഗ് കപ്പാസിറ്റി ഓഫ് സ്റ്റോറിംഗ് അസറ്റിലിൻ ഡിസോൾഡ് 6 മീറ്റർ ക്യൂബ്. ഇതെന്ന് പറയുന്നത് 6 മീറ്റർ ക്യൂബ് ആണ് അതിൻ്റെ കപ്പാസിറ്റി പറയുന്നത്. പ്രഷർ റേഞ്ച് എന്ന് പറഞ്ഞത് കുറവാണ്, 15 to 16 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓക്സിജൻ പ്രഷർ റെഗുലേറ്റർ ആണ്. ഇപ്പോൾ നമ്മൾ സിലിണ്ടറിൻ്റെ കാര്യം പറഞ്ഞു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓക്സിജൻ പ്രഷർ റെഗുലേറ്റർ. ദിസ് ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ദ ഓക്സിജൻ സിലിണ്ടർ ഗ്യാസ് പ്രഷർ അക്കോർഡിംഗ് ടു ദ റിക്വയർഡ് വർക്കിംഗ് പ്രഷർ ആൻഡ് ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് ഓക്സിജൻ അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ് ഓഫ് ഫ്ലോ പൈപ്പ്. അതായത് ഓക്സിജൻ പ്രഷർ റെഗുലേറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ അതൊരു വർക്കിംഗ് പ്രഷറിലായിരിക്കും, നോർമൽ വർക്കിംഗ് പ്രഷറിലായിരിക്കും കൊടുക്കുന്നത്. ഇപ്പം സിലിണ്ടറിൽ ആ പറഞ്ഞ 120 to 150 ആ പ്രഷറിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആ ഓക്സിജൻ സിലിണ്ടർ ഗ്യാസ് പ്രഷർ റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള വർക്കിംഗ് പ്രഷറിൽ ഒരു കൺട്രോൾ ഫ്ലോ ഓഫ് ഓക്സിജന് കോൺസ്റ്റന്റ് റേറ്റിൽ ബ്ലോ പൈപ്പിൽ എത്തിക്കുന്നു. ത്രെഡഡ് കണക്ഷൻസ് ആർ റൈറ്റ് ഹാൻഡഡ് ത്രെഡഡ്. ഇവിടുത്തെ റൈറ്റ് ഹാൻഡഡ് ത്രെഡഡ് ആണ് കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കണക്ഷൻ എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് ത്രെഡ് ആണ്. ഓക്സിജൻ പ്രഷർ റെഗുലേറ്റർ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ആ സിലിണ്ടറിൻ്റെ പ്രഷർ കാണിക്കും, അതുകൂടാതെ അപ്പുറത്തെ ഡയലിൽ വർക്കിംഗ് പ്രഷർ കാണിക്കും, നമ്മൾ വർക്ക് ചെയ്യുന്ന ഏത് പ്രഷറിലാണ്. അടുത്ത അസറ്റിലിൻ റെഗുലേറ്റർ ആണ്. ആസ് വിത്ത് ദ കേസ് ഓഫ് ഓക്സിജൻ റെഗുലേറ്റർ, ദിസ് ഈസ് ഓൾസോ യൂസ് ടു റെഡ്യൂസ് ദ സിലിണ്ടർ ഗ്യാസ് പ്രഷർ ടു ദ റിക്വയർഡ് വർക്കിംഗ് പ്രഷർ ആൻഡ് ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് അസറ്റിലിൻ ഗ്യാസ് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ് ദ ബ്ലോ പൈപ്പ്. ദ ത്രെഡഡ് കണക്ഷൻസ് ആർ ലെഫ്റ്റ് ഹാൻഡഡ്. അപ്പോൾ ഇതിൽ ഓക്സിജൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ്, ആ വർക്കിംഗ് പ്രഷറിലോട്ട് എത്തിക്കാൻ വേണ്ടി തന്നെയാണ് ഈ റെഗുലേറ്റർ യൂസ് ചെയ്യുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന ത്രെഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡഡ് ആണ്. For quickly identifying the acetylene gas regulator, a groove is cut at the corners of the nut. ഇപ്പം നമുക്ക് ഈ
ഓക്സിജൻ പ്രഷർ റെഗുലേറ്ററും അസറ്റിൻ റെഗുലേറ്ററും മാറിപ്പോകാതിരിക്കാനായിട്ട് ആ നെറ്റിൽ ഇവിടെ നോക്കാൻ നേരത്ത് ഒരു ഗ്രൂ കട്ട് ചെയ്തിട്ടുണ്ട്, ഈ കാണുന്ന ഗ്രൂ. ഓക്കെ, ഗ്രൂ കട്ട് ചെയ്തിരിക്കുന്ന ഏത് റെഗുലേറ്ററിലാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം ക്വസ്റ്റ്യൻ ആയിട്ട്. അടുത്ത റബ്ബർ ഹോസ് പൈപ്സ് ആൻഡ് കണക്ഷൻസ് ആണ്. ദീസ് ആർ യൂസ്ഡ് ടു ക്യാരി ഗ്യാസ് ഫ്രം ദ റെഗുലേറ്റർ ടു ദ ബ്ലോ പൈപ്പ്. അപ്പം നമ്മൾ സിലിണ്ടർ കഴിഞ്ഞു, റെഗുലേറ്റർ കഴിഞ്ഞു. പിന്നെ റെഗുലേറ്ററിൽ നിന്ന് വരുന്നത് ഒരു ഹോസ് പൈപ്പാണ്. ഇത് ഇവിടെ നിന്ന് റെഗുലേറ്ററിൽ നിന്ന് ബ്ലോ പൈപ്പിലേക്ക് ഗ്യാസിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നതാണ് ഈ റബ്ബർ ഹോസ് പൈപ്പ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് സ്ട്രോങ് ക്യാൻവാസ് റബ്ബർ വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കും. ഹോസ് പൈപ്സ് വിച്ച് ക്യാരി ഓക്സിജൻ ആർ ബ്ലാക്ക് ഇൻ കളർ ആൻഡ് അസറ്റിലിൻ ഹോസസ് ആർ ഓഫ് മെറൂൺ കളർ. കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആയിരിക്കും ഓക്സിജൻ്റെ, മെറൂൺ ആയിരിക്കും അസറ്റിലിൻ്റെ. പിന്നെ റബ്ബർ ഹോസ് ആർ കണക്റ്റഡ് ടു റെഗുലേറ്റർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് യൂണിയൻസ്. അപ്പോൾ യൂണിയൻസ് വെച്ചിട്ടാണ് ഈ റെഗുലേറ്ററിലേക്ക് ഈ റബ്ബർ ഹോസ് കണക്ട് ചെയ്യുന്നത്. യൂണിയൻസ് നോട്ട് ചെയ്ത് വെക്കുക, യൂണിയൻസ്. ഇതേപോലെ യൂണിയൻസിലും ഇത് മാറിപ്പോകാതിരിക്കാനായിട്ട് ആ കട്ട് കൊടുത്തിട്ടുണ്ട്, ഗ്രൂ കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദീസ് യൂണിയൻസ് ആർ റൈറ്റ് ഹാൻഡ് ത്രെഡഡ് ഫോർ ഓക്സിജൻ. ഓക്സിജൻ എപ്പോഴും റൈറ്റ് ഹാൻഡ് ത്രെഡഡ് ആണ്, അസറ്റിലിന് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡഡ് ആണ്. ഓക്കെ, പിന്നെ ഗ്രൂ കട്ട് ചെയ്തിട്ടുണ്ട് കോർണറിൽ മാറിപ്പോകാതിരിക്കാനായിട്ട്. ഓക്കെ, അറ്റ് ദ ബ്ലോ പൈപ്പ് എൻഡ് ഓഫ് ദ റബ്ബർ ഹോസസ് ഹോസ് പ്രൊട്ടക്ടേഴ്സ് ആർ ഫിറ്റഡ്. ഈ ബ്ലോ പൈപ്പിന്റെ എൻഡിൽ എന്ന് പറയുന്നത് എൻഡ് ഓഫ് ദ റബ്ബർ ഹോസസ് ആർ ഹോസ് പ്രൊട്ടക്ടേഴ്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഹോസ് പ്രൊട്ടക്ടേഴ്സ് ആർ ഇൻ ദ ഷേപ്പ് ഓഫ് എ കണക്ടിങ് യൂണിയൻ ആൻഡ് ഹാവ് എ നോൺ റിട്ടേൺ ഡിസ്ക് ഫിറ്റഡ് ഇൻസൈഡ് ടു പ്രൊട്ടക്ട് ഫ്രം ഫ്ലാഷ് ബാക്ക് ആൻഡ് ബാക്ക് ഫയർ. ഈ ഫിഗറിലോട്ട് നോക്കാൻ നേരത്ത് ഇവിടെ ഒരു ഡിസ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ടോർച്ച് ഇവിടെ നിന്ന് തിരിച്ചൊരു ബാക്ക് ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഗ്യാസ് സിലിണ്ടറിലേക്കോ റെഗുലേറ്ററിലേക്കോ പോകാതിരിക്കാനായിട്ട് ഇവിടെ ഒരു ഡിസ്ക് കൊടുത്തിട്ടുണ്ട്. അതൊരു നോൺ റിട്ടേൺ വാൽവ് പോലെ അവിടെ ആക്ട് ചെയ്യും. ഓക്കെ, ദ ഹോസ് പ്രൊട്ടക്ടേഴ്സ് ആർ ഇൻ ദ ഷേപ്പ് ഓഫ് എ കണക്ടിങ് യൂണിയൻ ആൻഡ് ഹാവ് എ നോൺ റിട്ടേൺ ഡിസ്ക് ഫിറ്റഡ് ഇൻസൈഡ് ടു പ്രൊട്ടക്ട് ഫ്രം ഫ്ലാഷ് ബാക്ക് ആൻഡ് ബാക്ക് ഫയർ ഡ്യൂറിങ് വെൽഡിംഗ്. ഫ്ലാഷ് ബാക്കിനെ കുറിച്ചും ബാക്ക് ഫയറിനെ കുറിച്ചും നമുക്ക് സെപ്പറേറ്റ് പഠിക്കാനുണ്ട്. അപ്പോൾ അത് വ്യക്തമായിട്ട് നോക്കാം ആ ടൈമിൽ. അടുത്ത ബ്ലോ പൈപ്പ് ആൻഡ് നോസിൽ. ബ്ലോ പൈപ്സ് ആർ യൂസ്ഡ് ടു കൺട്രോൾ ദ ആൻഡ് മിക്സ് ദ ഓക്സിജൻ ആൻഡ് അസറ്റിലിൻ ഗ്യാസ് ടു റിക്വയർഡ് പ്രൊപ്പോർഷൻ. അപ്പം ബ്ലോ പൈപ്പ് എന്ന് പറയുന്നത് യൂസ്ഡ് ടു കൺട്രോൾ ആൻഡ് മിക്സ് ദ ഓക്സിജൻ ആൻഡ് അസറ്റിലിൻ ഗ്യാസസ് ടു ദ റിക്വയർഡ് പ്രൊപ്പോർഷൻ. ആ റിക്വയർഡ് പ്രൊപ്പോർഷനിൽ ഓക്സിജനെയും അസറ്റിലിനെയും ഈ ബ്ലോ പൈപ്സിൽ മിക്സ് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ ഈ ബ്ലോ പൈപ്പിൻ്റെ ഓരോ ഭാഗങ്ങളാണ്, അത് അറിഞ്ഞിരിക്കണം. ഈ ഫസ്റ്റ് എന്ന് കൊടുത്തിരിക്കുന്നത് ഇത് ഹാൻഡിലാണ്, ഇത് അസറ്റിലിൻ ഇൻലെറ്റ്, ഇത് ഓക്സിജൻ ഇൻലെറ്റ്. ഇതെന്ന് പറയുന്നത് അസറ്റിലിൻ കൺട്രോൾ വാൽവ്, ഇത് ഓക്സിജൻ കൺട്രോൾ വാൽവ്. പിന്നെ ഇവിടെ ഒരു മിക്സിംഗ് ചേമ്പർ ഉണ്ട്. ഇതാണ് നമ്മുടെ നോസിൽ അല്ലെങ്കിൽ ടോർച്ച് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, എ സെറ്റ് ഓഫ് ഇന്റർചേഞ്ചബിൾ നോസിൽസ് ടിപ്സ് ഓഫ് ഡിഫറെൻറ്റ് സൈസസ് അവൈലബിൾ ടു പ്രൊഡ്യൂസ് സ്മോളർ ഓർ ബിഗർ ഫ്ലെയിംസ്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തെന്ന് പറയുന്നത് ഇന്റർചേഞ്ചബിൾ ആയിട്ടുള്ള നോസിൽസും ടിപ്സ് ഓഫ് ഡിഫറെൻറ്റ് സൈസസ് അവൈലബിൾ ആണ്. ഇപ്പോൾ സ്മോളർ അല്ലെങ്കിൽ ബിഗർ ഫ്ലെയിംസ് സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇത് ഓരോ ടിപ്സ് ആണ്, ഓരോ നോസിലിൻ്റെ ടിപ്പാണ് ഈ കാണുന്ന ടോർച്ച് ടിപ്സ്. ഓക്കെ, ഓൾവേസ് യൂസ് ടിപ്പ് ക്ലീനേഴ്സ്. ഗ്യാസ് കൺട്രോൾ വാൽവ്സ് ഈ കാണിച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഈ ടേബിളാണ്. അപ്പോൾ ഈ സൈസ് ഓഫ് ദ നോസിൽ എങ്ങനെയാണ് വേരി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വെൽഡ് ചെയ്യേണ്ട പ്ലേറ്റിൻ്റെ തിക്നെസ് അനുസരിച്ചാണ്. ഇപ്പം ഈ ആദ്യത്തെ 5 വരെയുള്ള പെട്ടെന്ന് പഠിക്കാം. ഓക്കെ, ഇവിടെ വെച്ച് 0.4 വെച്ചാൽ കൂടുന്നത് നോക്കിയാൽ മതി. 0.8ന് 1 വരുന്നു. ഓക്കെ, 0.8 വെച്ച് 0.4 വെച്ച് കൂടാൻ നേരത്ത് 1.2 ആണ് ഇവിടെ കൂടുന്നത്, 2 വന്നു. അടുത്തത് 0.4 വെച്ച് കൂടി 1.6 3 വന്നു. അടുത്ത 0.4 വെച്ച് കൂടാൻ നേരത്ത് അവിടെ 2 ഇല്ല. ഓക്കെ, അത് 2 ഉണ്ടായിരുന്നെങ്കിൽ അവിടെ 4 ആയിരുന്നു. അങ്ങനെ രീതിയിൽ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. 2.4 വരെ 5 ആണ്. അപ്പം 0.8ന് 1 ആണെന്ന് പഠിക്കുക, 2.4ന് 5 ആണ്. അതിനിടയ്ക്കുള്ളത് 0.4 വെച്ചാണ് ഇൻക്രീസ് ചെയ്യുന്നത്. പിന്നെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള 5ൻ്റെ ചോദിച്ചിട്ടുണ്ട് 13. പിന്നെ 25ൻ്റെ 70 ആണ്. 25ൻ്റെ ഓവർ ഉള്ളത് 90 ആണ് യൂസ് ചെയ്യുന്നത്. നോസിലിൻ്റെ സൈസ് നമ്പർ വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ ഒന്ന് പറ്റുന്ന അത്രയും കാണാൻ പഠിച്ചേക്കുക. കാരണം ഇതിനകത്ത് ചോദിക്കുന്നതാണ് ഈ 0.8, 2.4. എളുപ്പമുള്ളത് ഇപ്പം 10ൻ്റെ 35, 8ൻ്റെ 25, 12ൻ്റെ 45, 19 വരുമ്പോൾ 55. ഓക്കെ, ആ രീതിയിൽ എന്തെങ്കിലും ഒരു കുറുക്ക് വഴി വെച്ച് പഠിച്ചു വെച്ചാൽ മതി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് വെൽഡിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമുക്കിന്ന് നോക്കാനുള്ളത്. അപ്പം ഇത് നല്ലപോലെ നോട്ട് തയ്യാറാക്കുക. പിന്നെ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അറിവ് കിട്ടണമെന്നില്ല. ജസ്റ്റ് നിങ്ങളിത് ആവർത്തിച്ച് വായിക്കുക. ഇപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, ഈ 1 മാസം കൊണ്ട് നമുക്ക് ഈ പോർഷൻ മൊത്തം പഠിക്കാൻ പറ്റുമെന്ന്. 1 മാസം കൊണ്ട്, ഒരു ദിവസം നിങ്ങൾ ചെറിയ ടാർഗറ്റ് ആക്കുക. അതായത് ഇപ്പം നമ്മൾ വലിയ 10 മോഡ്യൂളിൻ്റെ ടാർഗറ്റ് ഇപ്പോഴേ വെക്കണ്ട. നമുക്ക് ഓരോ മോഡ്യൂൾ ടാർഗറ്റ് വെച്ച് പോകാം. ഓരോ മോഡ്യൂൾ നമ്മുടെ MSD പറഞ്ഞിട്ടില്ലേ, ഇപ്പോൾ ക്രിക്കറ്റിൽ
ഒരു ഓവറിലെ കാര്യം മാത്രമായിരിക്കും പുള്ളി ചിന്തിക്കുന്നത്. അപ്പം നമുക്ക് ഒരു മോഡ്യൂളിലെ കാര്യം ചിന്തിക്കാം. ഇപ്പോൾ മാർച്ചിനുള്ളിൽ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യാൻ നോക്കാം. എന്നിട്ട് റിവൈസ് ചെയ്യാം. MCQs ഈ സെക്ഷൻ പോലെ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. പിന്നെ അന്നുള്ള വീഡിയോ അന്ന് തന്നെ കണ്ട് നോട്ട് തയ്യാറാക്കുക. നമുക്ക് പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.